ഇന്ന് മുതൽ നിങ്ങൾ റോ ഫുഡ് മാത്രം കഴിക്കാൻ പോവാണ്. അതായത് പച്ചമാംസം, ഇലകൾ, വിത്തുകൾ, അങ്ങനെ തീയില്ല, സ്റ്റൗ ഇല്ല, കുക്കിംഗ് ഇല്ല, ജസ്റ്റ് റോ ഫുഡ് മാത്രം. തുടക്കത്തിൽ നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടുള്ളതായിട്ട് തോന്നത്തില്ല. പക്ഷേ ഇവഞ്ച്വലി നിങ്ങളുടെ ശരീരം മൊത്തത്തിൽ മാറാനായിട്ട് തുടങ്ങും. ശരീരത്തിന്റെ ഭാരം കുറയും, ശരീരത്തിന്റെ എനർജി കുറയും. അൾട്ടിമേറ്റ്ലി നിങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴും പട്ടിണി കിടക്കാനായിട്ട് തുടങ്ങും. ഇന്ന് രാത്രി ലോകത്തുള്ള 8 ബില്യൺ ആളുകളും ഒരു കാര്യം ചെയ്യും. എല്ലാ ഭാഷ സംസാരിക്കുന്നവരും, എല്ലാ രാജ്യത്തുള്ളവരും, എല്ലാ മതത്തിലുള്ളവരും, എല്ലാ സംസ്കാരത്തിലുള്ളവരും ഒരു കാര്യം ചെയ്യാൻ പോവാണ്. അവര് ഭക്ഷണം പാകം ചെയ്യും. ചിലരത് വേവിക്കും, ചിലരാണെങ്കിൽ ചുട്ടെടുക്കും, ചിലരാണെങ്കിൽ ബേക്ക് ചെയ്തെടുക്കും, ചിലർ ആവിയിൽ പുഴുങ്ങിയെടുക്കും. രീതി വ്യത്യസ്തമാണെങ്കിലും ഒരൊറ്റ കാര്യം മാത്രമേ ഇവിടെ നടക്കുന്നുള്ളൂ: റോ ഫുഡിനെ കുക്ക്ഡ് ഫുഡായിട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളൊരു സംഭവം. അപ്പം നമ്മുടെ ചുറ്റും ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു സിംഹം ഫുഡ് പാകം ചെയ്തിട്ടാണോ കഴിക്കുന്നത്? ഒരു ചിമ്പാൻസി ഒരു ഫുഡ് പാകം ചെയ്തിട്ടാണോ കഴിക്കുന്നത്? അല്ലെങ്കിൽ ഒരു മയില് ഫുഡ് കുക്ക് ചെയ്തിട്ടാണോ കഴിക്കുന്നത്? അല്ല. കാക്കകളുടെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അവർ ടൂൾസ് ഉപയോഗിക്കുന്നുണ്ട്. തിമിംഗലത്തിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ അവർ ആശയവിനിമയങ്ങൾ നടത്തുന്നുണ്ട്. ആൻഡ് ചിമ്പാൻസികളാണെങ്കിൽ വേട്ടയാടുന്നുണ്ട്. ഒക്ടോപസ് ആണെങ്കിൽ പ്രശ്നം പരിഹരിക്കുന്നുണ്ട്. പക്ഷേ ഇത്രയൊക്കെ ബുദ്ധിയുള്ള സ്പീഷീസുകൾ ലോകത്തുണ്ടായിട്ടും എന്തുകൊണ്ട് ഒരാൾ മാത്രം ഫുഡ് കുക്ക് ചെയ്യുന്നു? എന്തുകൊണ്ട് മനുഷ്യൻ മാത്രം ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുന്നു? ഭൂമിയിൽ 90 ലക്ഷം ജീവിവർഗങ്ങൾ ഉണ്ടായിട്ടും അതിലൊരു ഒറ്റ ഓർഗാനിസം മാത്രമാണ് ഇന്ന് രാത്രി കുക്ക് ചെയ്ത് കഴിക്കുന്നത്. ഞാൻ ഇത്ര ഹൈപ്പ് കൊടുത്ത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിപ്പോൾ എന്താ അത്ര പ്രത്യേകത, നമ്മൾ കുക്ക് ചെയ്ത് ഫുഡ് കഴിക്കുന്നു അത്രയല്ലേ ഉള്ളൂ. ബിക്കോസ് പാചകം എന്ന് പറയുന്നത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. അതായത് നമ്മൾ രാവിലെ ആണെങ്കിൽ ചായ ഉണ്ടാക്കുന്നു, ഉച്ചക്കാണെങ്കിൽ ചോറ് വേവിച്ച് കഴിക്കുന്നു, വൈകിട്ടാണെങ്കിൽ നമ്മൾ പഴംപൊരി കഴിക്കുന്നു, രാത്രിയാണെങ്കിൽ ചപ്പാത്തി ചുട്ട് കഴിക്കുന്നു. ഇത് ഇത്ര തന്നെ സാധാരണമായിട്ടുള്ളൊരു കാരണമായതുകൊണ്ട് തന്നെ നമ്മൾക്കിതൊരു വിചിത്രമായിട്ടോ ഇതിന് പുറകിലുള്ള അത്ഭുതങ്ങളോ അല്ലെങ്കിൽ ഇതിന് പുറകിലുള്ള ഹിസ്റ്ററിയോ നമുക്ക് വലിയ കാര്യമായിട്ട് തോന്നണം എന്നില്ല. അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല അല്ലെങ്കിൽ ശ്രദ്ധിച്ചിട്ടില്ല. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാചകം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് നമ്മളുടെ ശരീരത്തിനെ മൊത്തത്തിൽ മാറ്റി, നമ്മുടെ തലച്ചോറിനെ മാറ്റി, നമ്മുടെ പല്ലിനെ മാറ്റി, നമ്മുടെ വയറിനെ മാറ്റി, നമ്മളുടെ കുടുംബങ്ങളെ മൊത്തത്തിൽ മാറ്റി, നമ്മുടെ സമൂഹത്തിനെ മാറ്റി. അപ്പൊ ഞാനിന്ന് പറയാൻ പോകുന്നത് ഒരു എവല്യൂഷന്റെ കഥയാണ്, ഒരു ബയോളജിയുടെ കഥയാണ്, ഒരു ആന്ത്രപ്പോളജിയുടെ കഥയാണ്, ആൻഡ് അൾട്ടിമേറ്റ്ലി നമ്മളുടെയൊക്കെ വീടിനുള്ളിലുള്ള കിച്ചന്റെ കഥയാണ്. പക്ഷേ ഈ കഥ പറയുന്നതിന് മുമ്പ് ഒരു ചെറിയ തെറ്റിദ്ധാരണ ഒന്ന് മാറ്റാനുണ്ട്. അതായത് നമ്മൾ വിചാരിച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഫുഡ് കുക്ക് ചെയ്ത് കഴിക്കുന്നത് അതിൻ്റെ രുചി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതിൻ്റെ സ്വാദ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യമാണ്. പക്ഷേ ആദ്യകാല മനുഷ്യൻ കുക്ക് ചെയ്ത് ഫുഡ് കഴിച്ചത് അവർക്ക് എനർജി ലഭ്യമാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അതെ, പണ്ട് ഇഷ്ടം പോലെ ഫുഡ് അവൈലബിൾ ആയിരുന്നു, പക്ഷേ അത് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആയിരുന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെ എനർജി ഈസിലി അവൈലബിൾ ആയിരുന്നില്ല. നമ്മൾക്ക് ഒരു 20 ലക്ഷം വർഷം പുറകിലേക്ക് പോകാം. അവിടെ സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നില്ല, അവിടെ സ്വിഗ്ഗി ഇല്ല, സൊമാറ്റോ ഇല്ല, അവിടെ ഫ്രിഡ്ജ് ഇല്ല, അടുക്കളയില്ല. ഇതൊന്നും ഇല്ലാതിരുന്നിട്ടും ഭക്ഷണം ഇല്ലാതിരുന്നിട്ടില്ല. കാടുകളിൽ വിത്തുകൾ ഉണ്ടായിരുന്നു, കിഴങ്ങുകൾ ഉണ്ടായിരുന്നു, ഇലകൾ ഉണ്ടായിരുന്നു, അതുപോലെ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു, മാംസത്തിന് വേണ്ടി ചെറിയ മൃഗങ്ങൾ ഉണ്ടായിരുന്നു, ആൻഡ് വേട്ടയാടി പിടിച്ച വലിയ മൃഗങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ഒരൊറ്റ ചോദ്യം ചോദിച്ചാൽ മതി: പണ്ട് ആൾക്കാർ ഈ വിശപ്പിന് വേണ്ടിയിട്ടല്ലേ പോരാടിയിരുന്നത്? അവര് ഹണ്ട് ചെയ്തിരുന്നതും അല്ലെങ്കിൽ സർവൈവ് ചെയ്യാത്തതൊക്കെ ഈ വിശപ്പ് കൊണ്ടായിരുന്നില്ലേ? അപ്പൊ ഇത്രയും ഫുഡ് ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ എങ്ങനെ വിശപ്പ് വരുന്നത്? എവല്യൂഷണറി പെർസ്പെക്റ്റീവില് ഭക്ഷണത്തിന്റെ അളവിനേക്കാൾ പ്രധാനം അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എനർജിയുടെ പെർസ്പെക്റ്റീവ് ആയിരുന്നു. അതായത് ഭക്ഷണം കഴിക്കുന്നതും അതിൽ നിന്ന് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള എനർജി ലഭിക്കുന്നതും എന്ന് പറയുന്നത് രണ്ടും വ്യത്യസ്ത കാര്യങ്ങളായിരുന്നു. ഉരുളക്കിഴങ്ങിന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ ഇഷ്ടം പോലെ സ്റ്റാർച്ച് അവൈലബിൾ ആണ്, നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് എനർജി കിട്ടാനുള്ള ഒരു മാർഗം കൂടിയാണ്. പൊട്ടറ്റോയുടെ സെൽ വോൾസ് എല്ലാം സെല്ലുലോസ് എന്ന് പറയുന്ന ഒരു സംഭവം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ദ തിങ് ഈസ്, നമ്മൾക്ക് സെല്ലുലോസിനെ ഡൈജസ്റ്റ് ചെയ്യാനുള്ള എൻസൈം നമ്മുടെ ശരീരത്തിനകത്തില്ല. അതായത് പച്ചക്ക് ഞാൻ ആ പൊട്ടറ്റോ കഴിക്കുവാണെങ്കിൽ അതിനകത്തുള്ള മോസ്റ്റ് ഓഫ് ദ സ്റ്റാർച്ചും എനിക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല. ഇതുപോലെയാണ് പച്ച മാംസത്തിൻ്റെയും കാര്യം. അതായത് റോ മീറ്റിനകത്ത് ഇഷ്ടം പോലെ പ്രോട്ടീൻ ഉണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം. അത് നമ്മൾ അങ്ങനെ തന്നെ കഴിക്കുവാണെങ്കിൽ അതിൻ്റെ കോംപ്ലക്സ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് കൊണ്ട്, അതായത് പ്രോട്ടീൻ്റെ പ്രൈമറി, സെക്കൻഡറി, ടേഴ്സറി എന്നൊക്കെ പറയുന്ന സ്ട്രക്ചേഴ്സ് കൊണ്ട് നമുക്ക് അത് ഈസിലി ആക്സസ് ചെയ്യാൻ
ചെയ്യാൻ പറ്റത്തില്ല. പ്രകൃതി ഫുഡിനകത്തൊക്കെയുള്ള കാലറി ഒരുമാതിരി ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന പോലെയാണ് നടക്കുന്നത്. നമ്മളുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളായിട്ടുള്ള ചിമ്പാൻസിയെ നോക്കാം. അവരാണെങ്കിൽ മോസ്റ്റ് ഓഫ് ദി ടൈം ഇങ്ങനെ തിന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ എന്ത് ഈസിയാണ്, ഇവർക്ക് എപ്പോൾ നോക്കിയാലും തിന്നുകൊണ്ടിരുന്നാൽ മതി. പക്ഷേ അവരുടെ ജീവിതത്തിൻ്റെ പ്രധാന പങ്കും ഈ കഴിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. അതായത് മെജോറിറ്റി ഓഫ് സമയവും അതിനു വേണ്ടിയിട്ടാണ് സ്പെൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ചിമ്പാൻസിയുടെ ജീവിതത്തിൽ ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് ചെറിയ ചെറിയ ഇടവേളകളിൽ നടക്കുന്ന ഒരു പ്രോസസ്സ് അല്ല, അത് ജീവിതത്തിലെ തന്നെ വലിയ ജോലികളിൽ ഒന്നാണ്. അപ്പം നമ്മളും ഇതുപോലെയാണ് ജീവിച്ചിരുന്നെങ്കിലോ, നമ്മൾ ഇപ്പം ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ സമയം കിട്ടുമോ? അതായത് ഉപകരണങ്ങൾ നിർമ്മിക്കാൻ, കുട്ടികളെ പഠിപ്പിക്കാൻ, കഥകൾ പറയാൻ ഒരുപക്ഷെ ഉണ്ടാവണമെന്നില്ല. അതായത് നമ്മൾ കുക്ക് ചെയ്യാനായിട്ട് തുടങ്ങിയ സമയത്ത് നമ്മൾക്ക് കാലറീസ് മാത്രമല്ല അധികമായിട്ട് കിട്ടിയത്, അതിൻ്റെ കൂടെ സമയം കൂടി അധികമായിട്ട് കിട്ടാനായിട്ട് തുടങ്ങി. ഇതെന്ന് പറയുന്നത് മനുഷ്യ പരിണാമത്തിലെ വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് അച്ചീവ്മെൻ്റ് ആയിട്ടാണ് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്. ഇനി നമുക്ക് നമ്മുടെ ശരീരത്തിനകത്തുള്ള കുറച്ച് ചിലവേറിയ ഒരു ഓർഗനെ പറ്റി നോക്കാം, ഒരു അവയവത്തിനെ പറ്റി നോക്കാം. അത് നമ്മുടെ ബ്രെയിൻ ആണ്. നമ്മുടെ ശരീരത്തിന്റെ വെറും 2% മാത്രമാണ് നമ്മുടെ ബ്രെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പക്ഷേ നമ്മളുടെ ശരീരം വിശ്രമത്തിലായിരിക്കുമ്പോൾ പോലും യൂട്ടിലൈസ് ചെയ്യുന്ന എനർജിയുടെ 20% ബ്രെയിൻ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് നമ്മളുടെ അത്രയും എനർജി അത് കൺസ്യൂം ചെയ്യുന്നുണ്ട്. മറ്റ് ചില പ്രൈമേറ്റ്സിനെ വെച്ച് നോക്കുന്ന സമയത്ത് ഇത് വളരെയധികം കൂടുതലാണ്. അതായത് ചിമ്പാൻസി, ഗൊറില്ല ഇവരൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളാണ് ഇത്രയും എനർജി നമ്മളുടെ ബ്രെയിനിന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും എനർജി ഒരു മനുഷ്യന് എവിടെ നിന്നാണ് കിട്ടിയത്? ഇത് മനുഷ്യ പരിണാമത്തിലെ വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ കൂടിയാണ്. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഈ തീ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതൊരിക്കലും ഒരു അത്ഭുതമായിരുന്നില്ല, പക്ഷേ അത് സാധാരണമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അതായത് മിന്നലടിക്കുമ്പോൾ തീ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അഗ്നിപർവ്വത സ്ഫോടനം വഴി തീ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ വേനൽക്കാലത്ത് പുല്ലുകൾ കരിഞ്ഞുണങ്ങിയിട്ട് അതിൽ നിന്നും തീ പടരുന്നു. അപ്പോൾ ഭൂമിയിൽ തീ എന്ന് പറയുന്ന സംഭവം ഉണ്ട്. ആദ്യകാല മനുഷ്യരെ ഈ തീയെ കണ്ട സമയത്ത് എന്തായിരിക്കും അവരുടെ മൈൻഡിൽ കൂടി കടന്നു പോയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ അവരെന്തായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക? അതിപ്പോൾ ഞാനിവിടെ ഇരുന്ന് എങ്ങനെയാ പറയാം, നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ നമുക്ക് വേണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ഊഹിച്ചെടുക്കാം. അവരതിനെ കണ്ട് ഭയന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അതിനെ കണ്ടിട്ട് ഓടി ഒളിച്ചിട്ടുണ്ടാവാം. ചിലപ്പോൾ ദൂരെ നിന്നിട്ട് ഒരു അത്ഭുതമായിട്ട് അതിനെ കണ്ട് നോക്കിയിട്ടുണ്ടാവാം. കാരണം തീ എന്ന് പറയുന്ന സംഭവം ഒരേ സമയം നാശവുമായിരുന്നു, അവസരവുമായിരുന്നു. കാട്ടുതീ അണഞ്ഞ സമയത്ത് ഒരു പുതിയ ലോകം തന്നെ അവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടാവാം. കിഴങ്ങുകളൊക്കെ ചിലപ്പോൾ വെന്തിട്ടുണ്ടാവാം, കുറെ ചാരങ്ങളൊക്കെ കിടപ്പുണ്ടാവാം, കരിഞ്ഞുണങ്ങിയ മരങ്ങളുണ്ടാവാം, വെന്ത് ചത്തുപോയിട്ടുള്ള ജീവികൾ അവിടെ കിടപ്പുണ്ടാവാം. ഒരിക്കൽ വിശന്ന് വലന്ന ഒരു മനുഷ്യൻ ഇതിനകത്തുനിന്ന് ഒരു മീറ്റ് എടുത്ത് കഴിക്കുകയോ അല്ലെങ്കിൽ വെന്ത കിഴങ്ങെടുത്തോ കഴിക്കുന്ന സമയത്ത് അവൻ്റെ സ്വാദുമുകുളങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം എക്സ്പ്ലോഷൻ ആയിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക. അതായത് ഇതുവരെ ഇല്ലാത്തൊരു ടേസ്റ്റ്, എന്താണിതിപ്പോൾ, എത്ര ടേസ്റ്റി ആയിട്ടാണ് ഈ സംഭവങ്ങൾ ഇരിക്കുന്നത് എന്ന് അവൻ ഒബ്വിയസ്ലി ചിന്തിച്ചിട്ടുണ്ടാവാം. കൂടാതെ അത് ചവച്ചരക്കാൻ എളുപ്പമായിരുന്നു, അത് വിഴുങ്ങാൻ എളുപ്പമായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നീട് തീയിൽ വെന്ത സാധനങ്ങൾ കഴിക്കാൻ ഒരു ടെംപ്ടേഷൻ ഒബ്വിയസ്ലി മനുഷ്യനുണ്ടായിട്ടുണ്ടാവാം. പക്ഷെ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എക്സാക്ട്ലി എന്താണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല, പലതും ഊഹങ്ങളാണ്. പക്ഷെ ആന്ത്രപ്പോളജിസ്റ്റുകൾ കണ്ടെത്തുന്നത് ഈ ഒരു സംഭവങ്ങളാണ് നമ്മളെ കുക്കിങ്ങിലേക്ക് നയിച്ചിട്ടുണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ ഇനി തീ എന്ന് പറയുന്നത് ഒരു ഭയപ്പെടുത്തുന്നതോ അല്ലെങ്കിൽ ഒരു ശത്രുവോ മാത്രമല്ല, അതൊരു അവസരമാണെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷെ ആദ്യകാലത്ത് മനുഷ്യൻ തീ ഉണ്ടാക്കിയിരുന്നില്ല. അവര് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള, അതായത് നേച്ചറിൽ ഉണ്ടാകുന്ന തീയെ സംരക്ഷിക്കാനായിട്ട് തുടങ്ങി. അതായത് ഒരു തീ അണഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് വീണ്ടും അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോസിബിൾ ആവില്ല. അതുകൊണ്ട് തന്നെ അടുത്തതായിട്ട് ഒരു തീ ഉണ്ടാകുന്നവരെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇവരൊരു ക്യാമ്പ് ഫയർ എപ്പോഴും സൂക്ഷിച്ചു പോന്നിരുന്നു. പണ്ടത്തെ ഗോത്രവർഗ്ഗങ്ങളിൽ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ജോബ് ആയിരിക്കാം ഈ ക്യാമ്പ് ഫയറിനെ കെട്ടുപോവാതെ സൂക്ഷിക്കുക എന്നുള്ളത്. അപ്പോൾ തീ എങ്ങനെ അണയാതെ സൂക്ഷിക്കുക എന്നുള്ളത് ഒരു പ്രധാന കഴിവുകളിൽ ഒന്നായി മാറി. ഇന്ന് നമ്മൾ ടെക്നോളജി എന്ന് പറയുമ്പോൾ ആദ്യം വിചാരിക്കുന്നത് കമ്പ്യൂട്ടേഴ്സിനെ പറ്റിയും സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടും AI-നെ പറ്റിയിട്ടൊക്കെയാണ്. പക്ഷെ ആദ്യകാല ടെക്നോളജി എന്ന് പറയുന്നത് ഈ ഫയറിനെ എങ്ങനെ കൺട്രോൾ ചെയ്ത് നിർത്താം, അതെങ്ങനെ സൂക്ഷിക്കാം, കാത്തു സൂക്ഷിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കാം. കാരണം മനുഷ്യന് ആദ്യമായിട്ട് പ്രകൃതിയിൽ ഒരു ശക്തിയെ കൺട്രോൾ ചെയ്ത് ജീവിക്കാനായിട്ട് തുടങ്ങി. അതായത് അത്ര നാളും അയാൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എന്തായിരുന്നു? സ്വന്തം ശരീരത്തിൻ്റെ എനർജി ആയിരുന്നു. പക്ഷേ ഔട്ട്സൈഡ് ദ ബോഡി, അതായത് നേച്ചറിൽ നിന്നുള്ള ഒരു എനർജി എന്ന് പറയുന്നത് നമ്മളുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ തീ എന്തൊക്കെയാണ് നൽകിയത്? വെളിച്ചം നൽകി, ചൂട് നൽകി, മൃഗങ്ങളിൽ നിന്ന് രക്ഷ നൽകി, കുക്ക് ചെയ്ത് ഫുഡ് കഴിക്കാനുള്ള ഒരു കപ്പാസിറ്റി നൽകി, രാത്രികൾ നീണ്ടതായിട്ട് മാറ്റാനായിട്ട് സഹായിച്ചു. പിന്നീടാണ് മനുഷ്യൻ തീയെ സൃഷ്ടിക്കാനായിട്ട് തുടങ്ങിയത്. അതായത് നേച്ചറിൽ തന്നെ എങ്ങനെ തീ ഉണ്ടാകുന്നു എന്നൊക്കെ നോക്കിയിട്ട്
അതിനനുസരിച്ച് കല്ലുകൾ ഉരച്ചും അതായത് മരക്കൊമ്പുകൾ കൂട്ടി ഉരച്ചൊക്കെ ആയിട്ട് പല ടെക്നിക്കുകൾ വഴി ഈ തീയെ വീണ്ടും സൃഷ്ടിക്കാനായിട്ട് ശ്രമിച്ചു. ഈ ഒരു കഴിവെന്ന് പറയുന്നത് ഒരു ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടായതല്ല, തലമുറകളായിട്ട് കൈമാറി കിട്ടിയ ചെറിയ ചെറിയ നോളജുകൾ ചേർത്തുണ്ടാക്കിയ ഒരു കഴിവാണ് ഈ പറഞ്ഞ തീയെ ഉണ്ടാക്കുക, അതിനെ സൂക്ഷിക്കുക എന്നുള്ളൊരു കാര്യം. ക്യുമുലേറ്റീവ് കൾച്ചർ എന്ന് പറയുന്നതിന്റെ ആദ്യകാല ഉദാഹരണങ്ങളിൽ ഒന്നാണ് ഈ പറഞ്ഞ സംഭവം. പുരാവസ്തു ഗവേഷകർ പണ്ടുള്ള ആദിമ മനുഷ്യരുടെ അസ്ഥികളിൽ നിന്നും അവിടുത്തെ ശിലകളെയൊക്കെ പഠിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള അനുമാനങ്ങളിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. കരിഞ്ഞ അസ്ഥികൾ, ചാരത്തിന്റെ അംശം, ചൂടുകൊണ്ട് കളർ മാറിയ മണ്ണ്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അനലൈസ് ചെയ്തിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ തീ കണ്ടുപിടിച്ചത് വഴി കുറേ മാറ്റങ്ങൾ സംഭവിച്ചു എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷെ തീ എന്നുള്ള പേഴ്സ്പെക്റ്റീവിനേക്കാളും ആ തീ കൊണ്ട് ഭക്ഷണം പാകം ചെയ്തപ്പോഴത്തേക്കും അതുകൊണ്ട് കുറേ മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കാനായിട്ട് തുടങ്ങി, നമ്മുടെ സമൂഹത്തിന് സംഭവിക്കാനായിട്ട് തുടങ്ങി. തീയിൽ കൂടി ഭക്ഷണം കടന്നു പോകുന്ന സമയത്ത് നമ്മൾക്ക് കണ്ണുകൊണ്ട് പോലും കാണാൻ പറ്റാത്ത അത്ഭുതകരമായിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻസ് ആണ് അതിനകത്ത് നടക്കുന്നത്. ഒരു പച്ച മാംസം എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണുന്നത് ഒരു മാംസകഷ്ണം മാത്രമാണ്. പക്ഷെ അതിനുള്ളിൽ നമ്മളുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റാത്ത രീതിയിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട്. അതായത് അതിനകത്ത് പ്രോട്ടീൻ ഉണ്ട്, ഫാറ്റ് ഉണ്ട്, വാട്ടർ ഉണ്ട്, മിനറൽസ് ഉണ്ട്. ആൻഡ് ഈ ഒരു മാംസകഷ്ണത്തിനെ ഞാൻ തീയിലേക്ക് എടുത്ത് വെക്കുവാണ്. അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുക? പ്രോട്ടീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്ട്രക്ചറിലാണ് നിർമ്മിച്ചു വെച്ചിരിക്കുന്നത്. അതിനൊരു പ്രൈമറി സ്ട്രക്ചർ ഉണ്ട്, സെക്കൻഡറി സ്ട്രക്ചർ ഉണ്ട്, ടേർഷ്യറി സ്ട്രക്ചർ ഉണ്ട്. അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ മടക്കി മടക്കി വെച്ചിരിക്കുന്നതായിട്ട് നമുക്ക് ഇമാജിൻ ചെയ്യാം. അപ്പോൾ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ഈ സ്ട്രക്ചേഴ്സ് ഒക്കെ ഓപ്പൺ ചെയ്ത് വരുന്നത് പോലെയാണ് കൺസിഡർ ചെയ്താൽ മതി. കോംപ്ലക്സ് ആയിട്ടുള്ള സംഭവത്തിനെ നമ്മൾ കുറച്ചും കൂടി സിംപ്ലർ ആയിട്ടുള്ള ഫോമിലേക്ക് മാറ്റി. അപ്പോൾ ഇതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? നമ്മളുടെ വയറിനകത്തുള്ള ഡൈജസ്റ്റീവ് എൻസൈംസ് ഉണ്ടല്ലോ, ഇതിനെ ഈസിലി ആക്സസ് ചെയ്യാൻ പറ്റും. അതായത് ഇതിനകത്തുള്ള ന്യൂട്രിയൻസിനെ എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ പ്രോട്ടീന് സംഭവിക്കുന്ന ഈ പ്രോസസ്സിനെ പ്രോട്ടീൻ ഡീനേച്ചറേഷൻ എന്നാണ് പറയുന്നത്. ആൻഡ് അത് നശിച്ചു പോകുന്നു എന്ന് വിചാരിക്കേണ്ട, അതിൻ്റെ സ്ട്രക്ചർ ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് ഈസിലി അവൈലബിൾ ആകുന്ന ഒരു ഫോമിലേക്ക് മാറുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതുപോലൊരു സംഭവമാണ് സ്റ്റാർച്ച് ജെലറ്റനൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോസസ്സ്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ പൊട്ടറ്റോനകത്ത് സ്റ്റാർച്ച് കണ്ടന്റ് ഇഷ്ടം പോലെ ഉണ്ടെന്ന് പറഞ്ഞു. അതിനകത്ത് നമ്മൾ ഹീറ്റ് ചെല്ലുന്ന സമയത്ത് അത് വാട്ടർ അബ്സോർബ് ചെയ്തിട്ട് ഈ സ്റ്റാർച്ച് ഗ്രാനുവൽസ് ഒക്കെ ബേസ്റ്റ് ആവും, അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ട് ഈസിലി ആക്സസബിൾ ആയിട്ട് മാറും. ഇതിനെയാണ് നമ്മൾ സ്റ്റാർച്ച് ജെലറ്റനൈസേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റാർച്ചിനെ ഈസിലി നമ്മൾ ഡൈജസ്റ്റീവ് എൻസൈംസിന് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ മാംസത്തിനകത്ത് മസിൽസ് മാത്രമല്ല, കൊളാജൻ എന്ന് പറയുന്ന സംഭവം കൂടിയുണ്ട്. അതാണ് ഒരു ടഫ്നെസ് ഈ മീറ്റിന് നൽകുന്നത്. അതായത് കുറച്ച് ടഫായിട്ട് ഇരിക്കുന്നത്, നമുക്ക് കടിച്ചു പറിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഒരു റോ മീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. വൺസ് ഇതിനെ കുക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഹീറ്റ് ചെല്ലുന്ന സമയത്ത് ഈ കൊളാജിൻ എന്ന് പറഞ്ഞ സംഭവം ജെലാറ്റിൻ ആയിട്ട് മാറും. ഈ ജെലാറ്റിൻ എന്ന് പറഞ്ഞാൽ വളരെ മൃദുവായിട്ടുള്ള സംഭവമാണ്. അപ്പോൾ സ്ലോ കുക്ക് ചെയ്ത മീറ്റൊക്കെ നമ്മളിങ്ങനെ വായിൽ വെക്കുമ്പോൾ ഇങ്ങനെ അലിഞ്ഞു പോകുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടില്ല? ഈ ഇൻഫ്യൂസ്ഡ് ചിക്കനൊക്കെ കുറേ സമയം നമ്മളിങ്ങനെ ഹീറ്റ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ ജെലാറ്റിൻ ഫോം ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ല ഈസി ആയിട്ട് വളരെ ജ്യൂസി ആൻഡ് ടെൻഡർ ആയിരിക്കും നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. കുക്ക് ചെയ്യുന്ന സമയത്ത് ഈ പ്രോസസ്സൊക്കെ നടക്കുന്നുണ്ട്. ഇത് ഡൈജഷൻ എളുപ്പമാക്കി മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പക്ഷേ ഇതിനേക്കാൾ ഉപരിയായിട്ടൊരു സംഭവം കൂടി നടക്കുന്നുണ്ട്. അതായത് നമ്മളുടെ ഫുഡിനകത്തുള്ള ഇനി ബാക്ടീരിയ, വൈറസ് എന്നുള്ള നമുക്ക് പത്തജൻസ് ഉണ്ടല്ലോ, അതായത് രോഗാണുക്കൾ ഉണ്ടല്ലോ, ഇവരെയൊക്കെ കൊല്ലാൻ വേണ്ടിയിട്ട്, അവരെയൊക്കെ നിർവീര്യമാക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഈ ഹീറ്റ് ചെല്ലുന്ന സമയത്ത് അതും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുക്കിംഗ് എന്ന് പറയുന്നത് ഒരു സുരക്ഷാ കവചം കൂടിയാണ്. ചില പാരസൈറ്റ്സ് ഒക്കെ ഉണ്ടാവും. ഇപ്പം മീനിൻ്റെ മീറ്റിലാണെങ്കിലും പോക്കിൻ്റെ മീറ്റിലൊക്കെ ആണെങ്കിൽ പാരസൈറ്റ്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത് പ്രോപ്പറായിട്ട് കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ ഡെഡായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതർവൈസ് അത് നമ്മുടെ ശരീരത്തിന് എത്താനും മറ്റുള്ള അസുഖങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള കാരണം ഉണ്ടാകും. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് സംഭവിച്ചത്? അതായത് പ്രോട്ടീന് ഡീനേച്ചറേഷൻ സംഭവിക്കുന്നു, സ്റ്റാർച്ചിന് കൂടുതൽ നമുക്ക് ഈസിലി ആക്സസബിൾ ആക്കുന്നു, ടേസ്റ്റ് നൽകുന്നു, അതിനകത്തുള്ള പാരസൈറ്റ്സിനെയും അതുപോലെ ജേംസിനെല്ലാം കൊല്ലുന്നു. അപ്പോൾ സത്യത്തിൽ നമ്മളുടെ വയറ്റിനകത്ത് വെച്ച് നടക്കേണ്ട ഈ പ്രോസസ്സുകളൊക്കെ ശരീരത്തിന് പുറത്ത് വെച്ചാണ് നടക്കുന്നത്. അതായത് നമ്മളുടെ കിച്ചൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രീ പ്രോസസ്സിംഗ് യൂണിറ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ നമ്മുടെ കിച്ചൺ എന്ന് പറയുന്നത് നമ്മുടെ ഒരു എക്സ്റ്റേണൽ സ്റ്റൊമക്ക് ആയിട്ട് കൺസിഡർ ചെയ്യാം. കുക്ക് ചെയ്ത സമയത്ത് നമ്മുടെ ശരീരത്തിനെ മാറ്റാനായിട്ട് തുടങ്ങി. ആൻഡ് ഇവിടെ ഒരു അവയവം മാത്രം കൂടുതലായിട്ട് ബെനിഫിറ്റഡ് ആവാനായിട്ട് തുടങ്ങി. അതായത് കൂടുതൽ കാലറീസ് നമുക്കിപ്പോൾ അവൈലബിൾ ആണല്ലോ കുക്ക് ചെയ്ത് കഴിക്കുന്നത് കൊണ്ട്. അപ്പോൾ ഈ കൂടുതൽ കാലറീസ് എങ്ങോട്ടായിരിക്കും പോയിട്ടുണ്ടാവുക? അത് ബ്രെയിനിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് തുടങ്ങി. ആൻഡ് അതെന്ന് പറയുന്നത് ഒരു അടിപൊളി സംഭവമാണ്.
ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും സങ്കീർണമായിട്ടുള്ള ഒരു സംഭവം എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും പറയും അത് നമ്മളുടെ ബ്രെയിൻ ആണെന്ന്. ഏകദേശം 86 ബില്യൺ ന്യൂറോൺസ്, ട്രില്യൺ കണക്കിന് കണക്ഷൻസ്, അതുപോലെ തന്നെ നമ്മളുടെ ഭാഷ, സംഗീതം, ശാസ്ത്രം, കലകൾ, ഇമാജിനേഷൻ. പക്ഷെ ഇത്രയും ശക്തമായിട്ടുള്ള ഈ ബ്രെയിൻ ഉണ്ടല്ലോ, അതിനൊരു വളരെയധികം വിലയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ ശരീരത്തിന്റെ 2% മാത്രമാണ് ബ്രെയിൻ എന്ന് പറയുന്നത്. പക്ഷേ ഉറങ്ങുമ്പോൾ പോലും 20% എനർജി അത് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള, ഇത്രയും എനർജി റിക്വയർഡ് ആയിട്ടുള്ള ബ്രെയിൻ പണ്ടത്തെ കാലഘട്ടത്തിൽ, അതായത് എനർജി കുറവായിരുന്ന, ഫുഡ് അവൈലബിലിറ്റി കുറവായിരുന്ന സമയത്ത് എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു? നമ്മുടെ പൂർവികരെ നോക്കുന്ന സമയത്ത്, അതായത് മനുഷ്യൻ്റെ മുൻ ആൻസിസ്റ്റേഴ്സിനെ നോക്കുന്ന സമയത്ത് ഒരു കാര്യം വ്യക്തമാണ്. അതായത് അവരുടെ ബ്രെയിനിൻ്റെ സൈസ് എന്ന് പറയുന്നത് പതിയെ പതിയെ കൂടി വരുന്നതായിട്ട് നമുക്ക് മനസ്സിലായി ഫോസിൽ റെക്കോർഡ്സിൽ നിന്നും. ആസ്ട്രലോപിത്തിക്കസ് എന്ന് പറഞ്ഞ പൂർവികന്റെ ബ്രെയിൻ എന്ന് പറയുന്നത് മനുഷ്യന്റെ ബ്രെയിനിനേക്കാളും വളരെ ചെറുതായിരുന്നു. പിന്നീടാണ് ഹോമോ ഹാബിലിസും ഹോമോ ഇറക്ടസ് ഒക്കെ വരുന്നത്. അതിനുശേഷമാണ് ഹോമോ സാപ്പിയൻസിന്റെ വരവ്. അപ്പോൾ ഓരോ ഘട്ടത്തിലും നമ്മളുടെ ബ്രെയിൻ വളർന്ന് വരുന്നതായിട്ട് നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് വലിയ ബ്രെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ എനർജി. അപ്പോൾ ആ എനർജി എവിടെ നിന്ന് വന്നു? ഇവിടെയാണ് കുക്കിംഗ് ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞൊരു സംഭവം ഇത്രയേ ഉള്ളൂ. കുക്ക് ചെയ്ത് കഴിക്കാൻ തുടങ്ങിയപ്പോഴേക്കും അതിൽ നിന്നും കൂടുതലായിട്ട് എനർജി നമ്മുടെ ശരീരത്തിൽ എത്താൻ തുടങ്ങി. ആ എനർജി കൂടുതലായിട്ടും ബ്രെയിനിലേക്കാണ് അലോക്കേറ്റ് ചെയ്തത്. അങ്ങനെയാണ് ബ്രെയിൻ ഇത്ര ഡെവലപ്പ് ചെയ്ത് അടിപൊളിയായിട്ട് വന്നതെന്നാണ് ഈ കുക്കിംഗ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. മറ്റൊരു ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്പെൻസീവ് ടിഷ്യൂ ഹൈപ്പോത്തിസിസ് ആണ്. നമ്മുടെ ശരീരത്തിലെ ചില അവയവങ്ങൾ വളരെയധികം എക്സ്പെൻസീവ് ആണ്, അല്ലെങ്കിൽ അവർക്ക് എനർജി കൂടുതലായിട്ട് വേണം. ഫോർ എക്സാമ്പിൾ നമ്മുടെ ബ്രെയിനിനും ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനും ഈ പറഞ്ഞ പോലെ എനർജി കൂടുതലായിട്ട് വേണം. പക്ഷെ ശരീരത്തിൽ ഇമാതിരി എനർജി ഒന്നും അവൈലബിൾ ആയിട്ടൊന്നും ഇല്ല. അപ്പോൾ ഒരു അവയവം കൂടുതലായിട്ട് എനർജി യൂട്ടിലൈസ് ചെയ്താൽ മറ്റൊരു അവയവത്തിന് അത് സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഡൈജസ്റ്റീവ് സിസ്റ്റം ഒന്ന് സാക്രിഫൈസ് ചെയ്തു, ബ്രെയിൻ ആണെങ്കിൽ കൂടുതലായിട്ട് യൂട്ടിലൈസ് ചെയ്തു. ഇതാണ് ഈ എക്സ്പെൻസീവ് ടിഷ്യൂ ഹൈപ്പോത്തിസിസിൽ പറയുന്നത്. അപ്പം ഞാൻ പറയുന്നത് ഈ കുക്കിംഗ് എന്ന് പറയുന്ന സംഭവം കൊണ്ട് മനുഷ്യൻ ഈ ഒരു രൂപത്തിലെത്തി എന്നുള്ളതല്ല. അതായത് അവിടെ നമ്മുടെ സോഷ്യലൈസേഷൻ ഉണ്ട്, കുട്ടികളുടെ വളർച്ചയുണ്ട്, ബ്രെയിനിൻ്റെ ഡെവലപ്മെൻ്റ് ഉണ്ട്, വേട്ടയാടലുണ്ട്, കൂടുതൽ മാംസം കഴിക്കുന്നതുണ്ട്, അങ്ങനെ പല പെർസ്പെക്റ്റീവ്സും ഉണ്ട്. അങ്ങനെയൊക്കെ ഒരു കളക്റ്റീവായിട്ടുള്ള സംഭവത്തിൻ്റെ പുറത്താണ് നമ്മൾ ഈ ഒരു കാണുന്ന രൂപത്തിലേക്ക് എത്തിയിട്ടുള്ളത്. പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് മനുഷ്യൻ്റെ കുഞ്ഞെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നിനും കൊള്ളില്ലാത്തൊരു സംഭവമാണ്. അതായത് അതിനെക്കൊണ്ട് ഒന്നിനും സാധിക്കത്തില്ല. അതിനെ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും കൊണ്ടുപോയി ഇടുവാണെങ്കിൽ അത് കുറച്ച് നാളെയുമ്പോൾ ജീവിച്ചിരിക്കണം എന്ന് തന്നെയില്ല. അതുകൊണ്ടാണ് പാരൻ്റൽ കെയർ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മനുഷ്യന വർഗത്തിനെ സംബന്ധിച്ചിടത്തോളം. കുട്ടികളുടെ കുട്ടിക്കാലം എന്ന് പറയുന്നത് വളരെയധികം ദീർഘമേറിയതാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. ബാക്കിയുള്ള ജീവികൾക്കൊന്നും അങ്ങനെയല്ല. ഒരു ജീവി പ്രസവിച്ചാലും മിനിറ്റുകൾക്കകലെ ഒരു എണീറ്റ് നിൽക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ടാസ്ക് ചെയ്യും. പക്ഷെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യക്കുഞ്ഞ് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇവിടെയുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ദീർഘകാല കുട്ടിക്കാലം ഉണ്ടല്ലോ, ആ ബാല്യകാലത്ത് ഇവർക്ക് കൂടുതലായിട്ട് ലേൺ ചെയ്യാനും ഭാഷ പഠിക്കാനും ടൂൾസ് ഉപയോഗിക്കാൻ പഠിക്കാനും ആ ഒരു സൊസൈറ്റി എന്താണെന്ന് പഠിക്കാനും പ്രീവിയസ് ജനറേഷൻ്റെ നോളജ് ഗ്യാദർ ചെയ്യാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ കുട്ടിക്കാലത്ത് ഗ്യാദർ ചെയ്യുന്ന എല്ലാ ഇൻഫർമേഷൻസും നമ്മുടെ ബ്രെയിനിനെ പിന്നെയും ഡെവലപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തു. പോകെ എവല്യൂഷണറി പരമായിട്ട് ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള വലിയ ആൾക്കാരായിട്ട് നമ്മൾ മാറി. പക്ഷെ ബ്രെയിനെ മാത്രമല്ല അത് മാറ്റിയത്, നമ്മളുടെ മുഖത്തിനെ മാറ്റി, നമ്മുടെ പല്ലുകളെ മാറ്റി, നമ്മുടെ താടി മാറ്റി, ഈവൻ നമ്മുടെ വയറിനെ പോലും അത് സ്വാധീനിച്ചിട്ടുണ്ട്. അങ്ങനെ എവല്യൂഷൻ നമ്മളെ അകത്തും പുറത്തൊക്കെ ഇങ്ങനെ കുഴച്ച് ഒരു പ്രത്യേക രൂപത്തിലാക്കി ഇങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. ഒരു കണ്ണാടിയുടെ മുമ്പിൽ നിന്നിട്ട് നമ്മളുടെ മുഖം ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. നമുക്ക് എന്താ കാണുന്നത്? നമ്മളുടെ സൗന്ദര്യമുള്ള നമ്മളുടെ മുഖം കാണുന്നുണ്ടല്ലേ. അപ്പം നമ്മളുടെ പല്ലുകളൊക്കെ ഭയങ്കര ചെറുതാണ്, പക്ഷേ നീണ്ട കൂർത്ത പല്ലുകളൊന്നും അങ്ങനെ ഇല്ല. അതുപോലെ താടിയാണെങ്കിലും ഇങ്ങനെ അധികം നീണ്ടു നിൽക്കുന്ന താടിയെല്ലുകളോ അങ്ങനെയൊന്നുമില്ല. പരന്ന മുഖമാണ്, കമ്പാരിറ്റീവ്ലി പരന്ന മുഖമാണ് നമ്മളുടേത്. അപ്പം ഇതൊക്കെ നമുക്ക് സാധാരണമായിട്ടുള്ളൊരു ഫീച്ചേഴ്സാണ്, നമ്മുടെ ഫേഷ്യൽ ഫീച്ചേഴ്സ് ഇതൊക്കെ തന്നെയാണ്. പക്ഷേ ഇതിനൊരു ചിമ്പാൻസിയുടേതയോ അല്ലെങ്കിൽ ഒരു ഗൊറില്ലയുടെയൊക്കെ ഒരു ഫേഷ്യൽ ഫീച്ചേഴ്സായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഡിഫറൻസ്? അതായത് എങ്ങനെയാണ് അവരിൽ നിന്ന് നമുക്ക് ഇത്രയും ഡിഫറൻസ് എന്താണ് വന്നിട്ടുള്ളത്? അതായത് ചിമ്പാൻസിയെ സംബന്ധിച്ചിടത്തോളം ചവച്ചരയ്ക്കുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്.
അതായത് പവർഫുൾ ആയിട്ടുള്ള മസിൽസ് ഉണ്ടാകും താടിയെല്ലിൽ, അതുപോലെ വലിയ താടിയെല്ലായിരിക്കും, അതുപോലെ കൂർത്ത പല്ലുകളായിരിക്കും. അവരുടെ ഭക്ഷണ രീതിക്ക് അനുസരിച്ചായിരിക്കും അവരുടെ ഫേഷ്യൽ ഫീച്ചേഴ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മളും ഒരിക്കലും നമ്മളുടെയൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നിരിക്കാം, പക്ഷേ നമ്മൾ കുക്ക് ചെയ്ത് കഴിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ നമ്മളുടെ ഫേഷ്യൽ ഫീച്ചേഴ്സും മാറാനായിട്ട് തുടങ്ങി. അത് നമ്മളുടെ ഫോസിൽ റെക്കോർഡ്സ് എടുത്ത് നോക്കുമ്പോഴും മനസ്സിലാവും. നമ്മൾ ഒരു മോഡേൺ ഹ്യൂമനും പഴയ പുരാതന കാല ഒരു ആൻസസ്റ്റർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ഡിഫറൻസ് നമുക്ക് ശരിക്കും മനസ്സിലാവും. ഇതുപോലെ നമ്മളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റവും വളരെയധികം മാറിയിട്ടുണ്ട്. അതായത് റോ ഫുഡ് കഴിക്കുന്ന സമയത്ത് നമ്മളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത്ര തന്നെ അഡ്വാൻസ്ഡ് ആയിരിക്കണം, അല്ലെങ്കിൽ അത് കുറച്ച് വലുതായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ റോ ഫുഡിൽ നിന്നും ന്യൂട്രിയൻസ് ഒക്കെ ക്യാപ്ചർ ചെയ്തെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. മനുഷ്യൻ കുറഞ്ഞ സമയം കൊണ്ട് ഡൈജസ്റ്റ് ചെയ്യുന്ന ഫുഡ് കഴിച്ചു തുടങ്ങിയപ്പോഴത്തേക്കും നമ്മളുടെ ശരീരത്തിനകത്തുള്ള ഡൈജസ്റ്റീവ് ട്രാക്റ്റ് ഉണ്ടല്ലോ, അതും ഈ പറഞ്ഞ പോലെ തന്നെ സൈസ് കുറയാനായിട്ട്, ലെങ്ത് ഒക്കെ കുറയാനായിട്ട് കാരണമായി. കാരണം അത് എളുപ്പത്തിൽ ആഗിരണം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെയും ഒത്തിരി നേരം ഫുഡ് അവിടെ റിട്ടൈൻ ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ പല്ലുകൾ മാറി, നമ്മളുടെ താടി മാറി, നമ്മളുടെ ശരീരം മാറി. പക്ഷേ വലിയൊരു മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനകത്തല്ല, അത് നമ്മളുടെ ബന്ധങ്ങളിൽ കൂടിയായിരുന്നു. ബിക്കോസ് ഒരു ക്യാമ്പ് ഫയർ എന്ന് പറയുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടി എല്ലാവരും കൂടിയിരുന്ന ഒരു സ്ഥലം മാത്രമായിരുന്നില്ല, എല്ലാവരും ഒരുമിച്ച് കൂടിയ ഒരു കമ്മ്യൂണിറ്റി കൂടിയായിരുന്നു. സൂര്യൻ അസ്തമിച്ചു. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇരുട്ടെന്ന് പറയുന്നത് ഒരു സമയമല്ലായിരുന്നു, അതൊരു ഭീഷണിയായിരുന്നു. രാത്രി വീണാൽ വേട്ടക്കാരായ മൃഗങ്ങൾ സജീവമാകും, മനുഷ്യരുടെ കാഴ്ചശക്തി കുറയും, പല ജീവികളും സുരക്ഷമായൊരു സ്ഥലത്ത് ഒളിച്ചിട്ട് പിറ്റേന്ന് സൂര്യൻ ഉദിക്കുന്നത് വരെ കാത്തിരിക്കും. പക്ഷേ ഒരു ദിവസം മനുഷ്യന് രാത്രിയെ മാറി മറിക്കുന്ന ഒരു കൂട്ടുകാരനായിട്ട് ലഭിച്ചു. അതാണ് നമ്മുടെ തീ എന്ന് പറയുന്നത്. ഈ ഒരു ചെറിയ തീ വെളിച്ചം മാത്രമല്ല നമുക്ക് നൽകിയത്, അതൊരു പുതിയ ലോകം സൃഷ്ടിക്കുക കൂടിയായിരുന്നു. മിക്ക മൃഗങ്ങൾക്കും സൂര്യാസ്തമയം ദിവസത്തിന്റെ ഒരു അവസാനമായിട്ടാണ് കാണുന്നത്. പക്ഷേ ക്യാമ്പ് ഫയറിന് ചുറ്റും മനുഷ്യരുടെ ഒരു ദിവസം എന്ന് പറയുന്നത് അവസാനിച്ചിട്ടില്ല. രാത്രി വിശ്രമിക്കാനുള്ള സമയം മാത്രമല്ല, സംസാരിക്കാനുള്ള സമയം, പഠിക്കാനുള്ള സമയം, ചിന്തിക്കാനുള്ള സമയം, ഒരുമിച്ചിരിക്കാനുള്ള സമയം. ചരിത്രത്തിൽ ആദ്യമായിട്ട് മനുഷ്യർക്ക് പകല് കഴിഞ്ഞിട്ടും സുരക്ഷിതമായിട്ട് ഒരുമിച്ച് ചെലവാക്കാനായിട്ട് പറ്റി. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഒരു ക്യാമ്പ് ഫയർ, അതിനു ചുറ്റും ഒരു ചെറിയ കുടുംബം, ഒരു വയോധികൻ ഒരു കഥ പറയുന്നു. കുട്ടികളാണെങ്കിൽ അത് ശ്രദ്ധയോടെ കേൾക്കുന്നു. ആ കഥ വേട്ട ചെയ്തതിനെ പറ്റിയായിട്ടായിരിക്കാം, ഒരു അപകടത്തെ പറ്റിയായിരിക്കാം, അല്ലെങ്കിൽ ആകാശത്തിലെ ആ നക്ഷത്രങ്ങളെ കുറിച്ചായിരിക്കാം. ആദ്യത്തെ കഥ എന്തായിരുന്നു എന്ന് നമുക്കറിയത്തില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, അറിവ് എന്ന് പറയുന്നത് ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് കൈമാറാൻ വേണ്ടിയിട്ട് ഇത്തരം നിമിഷങ്ങൾ വളരെ അമൂല്യമായിരുന്നു. ഒരു രസകരമായിട്ടുള്ളൊരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഈ തീ എന്ന് പറയുന്ന സംഭവം ഭാഷയെ സൃഷ്ടിച്ചോ? അതിനുള്ള നേരിട്ടുള്ള തെളിവ് ഇന്നില്ല. പക്ഷേ പല ഗവേഷകരും കരുതുന്നത് ക്യാമ്പ് ഫയറിന് ചുറ്റുമുള്ള ഈ അധിക സാമൂഹിക സമയമുണ്ടല്ലോ, കൂടുതൽ സങ്കീർണമായ ആശയവിനിമയത്തിന് അനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് കരുതുന്നത്. കൂടുതൽ സംഭാഷണങ്ങൾ, കൂടുതൽ സഹകരണം, കൂടുതൽ പഠനം, ഇവയെല്ലാം ഭാഷയുടെ വികാസത്തെ സ്വാധീനിച്ചിരിക്കാം. മനുഷ്യന്റെ ജീവിതത്തിൽ ഭക്ഷണം എപ്പോഴും വ്യക്തിപരമായിട്ടുള്ള ഒന്നായിരുന്നില്ല, അത് പങ്കിട്ട് കഴിക്കുന്ന ഒരു സംഭവം കൂടിയായിരുന്നു. ഒരു വേട്ടക്കാരൻ ഒരു വലിയ മൃഗത്തെ വേട്ടയാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒറ്റയ്ക്ക് കഴിച്ചു തീർക്കാൻ എന്തായാലും പോസിബിൾ ആവില്ലല്ലോ. അതിനാൽ ഭക്ഷണം മുഴുവൻ സംഘവും പങ്കിട്ടെടുത്തു. ഈ ഭക്ഷണ വിതരണം ഒരു വലിയ സാമൂഹിക മാറ്റത്തിന് തുടക്കമായിട്ടുണ്ട്. കാരണം പങ്കുവയ്ക്കുന്ന ഓരോ ഭക്ഷണം എന്ന് പറയുന്നത് വിശ്വാസം വളർത്തുകയാണ്. ഇന്ന് ഞാൻ നിന്നെ സഹായിക്കുകയാണെങ്കിൽ നാളെ നീ എന്നെ സഹായിക്കും എന്നുള്ളൊരു സംഭവം. ഈ ലളിതമായിട്ടുള്ള ആശയം സമൂഹത്തിന്റെ അടിത്തറയായിട്ട് മാറി. ഒരു ക്യാമ്പ് ഫയറിന് ചുറ്റും എല്ലാവരും ഒരു ജോലി തന്നെ ആയിരുന്നില്ല ചെയ്തിരുന്നത്. ചിലരാണെങ്കിൽ വേട്ടയാടിയിട്ടുണ്ടായിരുന്നു, ചിലർ വേരുകളും പഴങ്ങളും ശേഖരിച്ചിട്ടുണ്ടായിരുന്നു, ചിലർ തീ സൂക്ഷിച്ചു, ചിലർ ഭക്ഷണം തയ്യാറാക്കി, ചിലർ കുട്ടികളെ നോക്കി. ഇതൊരു കർശനമായിട്ടുള്ളൊരു നിയമമൊന്നുമല്ലായിരുന്നു, പക്ഷേ ക്രമേണ വ്യത്യസ്ത ഉത്തരവാദിത്തങ്ങൾ സഹകരണത്തിനെ ശക്തിപ്പെടുത്തി. ഇതായിരുന്നു പിന്നീട് കൂടുതൽ സങ്കീർണമായ സമൂഹങ്ങളുടെ ആദ്യ രൂപങ്ങളിൽ ഒന്ന്. ഒരു കൗതുകകരമായിട്ടുള്ളൊരു ചോദ്യം ചോദിക്കാം. ഭാവിയിൽ മറ്റുള്ള അനിമൽസും നമ്മളെപ്പോലെ കുക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുമോ? അത് നമുക്കറിയില്ല. എവല്യൂഷൻ എന്ന് പറയുന്നത് മുൻകൂട്ടി നിർമ്മിച്ച ഒരു പദ്ധതിയൊന്നുമല്ല, അത് അതിൻ്റെ വഴിക്ക് തന്നെ നടക്കും. അതായത് പരിസ്ഥിതി മാറുമ്പോൾ പുതിയ വഴികൾ തുറക്കാം. പക്ഷെ ഇന്നത്തെ അറിവനുസരിച്ച് ഭക്ഷണം പാകം ചെയ്യാൻ തീയെ നിയന്ത്രിച്ച് അറിവ് പല തലമുറകളിലേക്ക് കൈമാറി ചെയ്യുന്ന ഒരു ജീവിവർഗം മാത്രമേ ലോകത്ത് നിലനിൽക്കുന്നുള്ളൂ. അത് നമ്മൾ മനുഷ്യരാണ്.